ഇന്ന് സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമറിന് അവർക്ക് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ട്രാൻസ്ഫോമർ കപ്പാസിറ്റി നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, ഫീസിബിലിറ്റി കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് KSEB ട്രാൻസ്ഫോമർ കപ്പാസിറ്റി എന്ന് ഇടുക. ഫസ്റ്റ് വരുന്ന ടാബിലിനെ ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫോമർ വൈസ് റിന്യൂവബിൾ എനർജി സിസ്റ്റംസ് കണക്റ്റഡ്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം അതായത് KSEBിൻ്റെ പേജ് വരും, റിന്യൂവബിൾ എനർജി സിസ്റ്റംസ് കണക്റ്റഡ് DTR ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വൈസ് കപ്പാസിറ്റി എന്ന് വരും. അപ്പോൾ ഇതിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഉപഭോക്താവ് ട്രിവാൻഡ്രത്താണെന്ന് വിചാരിച്ചോ, അപ്പം തിരുവനന്തപുരം, അപ്പോൾ അവർക്ക് സെക്ഷൻ ഓഫീസ് ഇടുക. സെക്ഷൻ ഓഫീസ് എന്ന് പറയുമ്പം ഇപ്പം കേശവദാസപുരം, അപ്പം കേശവദാസപുരം ഒരു കസ്റ്റമറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പം ഷോ ആയിരുന്നു ഏകദേശം ഒരു 25 തോന്നും. ഇപ്പോൾ ട്രാൻസ്ഫോമർ നെയിം കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ മാക്സിമം 75% ഓഫ് ദി DTR കപ്പാസിറ്റി, അതായത് ആ ട്രാൻസ്ഫോമറിന് ഇത്രയും സോളാർ കണക്ട് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഫീസിബിലിറ്റി ഇഷ്യൂ ചെയ്തത് ഇത്രയും, ബാക്കി അതായത് ഗ്രിഡ് കണക്റ്റഡ് ഇത്രയും, ബാലൻസ് അവൈലബിൾ ഇവിടെയാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഇതിലിപ്പം ഫോർ എക്സാമ്പിൾ ഈ ആദർശ് നഗർ ഇതിനൊരു 108 കിലോവാട്ടാണ് സോളാർ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതിൽ 24 കിലോവാട്ട് ഫീസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. 61 കിലോവാട്ട് 61.7 കിലോവാട്ട് ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ ബാലൻസ് ഇവിടെ ഒരു 22 കിലോവാട്ട് ഹൗസസിന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ഓരോ വീടും ഓരോ ട്രാൻസ്ഫോമർ നെയിം കാണാൻ പറ്റും. ആർടെക്, അതുപോലെ ചാലക്കുഴി, ഇപ്പോൾ മെഡിക്കൽ കോളേജൊക്കെ മാക്സിമം ഈ ഏരിയയിലായിരിക്കും. സോ ഇതേ വിധത്തിൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം ഏതാണ് അവരുടെ വീട്. ഇപ്പോൾ ഗൗരീശപട്ടം നമ്പർ 1 നമ്പർ 2 ഉണ്ട്. ഇതൊരു 250 kVA ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഇതിൻ്റെ 160 കിലോവാട്ടാണ് ഒരു സോളാർ കണക്ട് ചെയ്യാനായിട്ട് അർഹിക്കുന്നത് KSEB പറയുന്നതനുസരിച്ച്. അപ്പോൾ ഇതിൽ 13 കിലോവാട്ട് ഫീസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. 89 കിലോവാട്ട് ഓൾറെഡി കണക്റ്റഡ് ആണ്. ബാക്കി 65.97 കിലോവാട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കിലോവാട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരും പേടിക്കേണ്ട. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു സെക്ഷൻ ഓഫീസിന് തന്നെ ഏകദേശം ഒരു 3-4 ട്രാൻസ്ഫോമർ ഫുൾ ആവാറായിട്ടുണ്ട്. ഓക്കെ, ഇതിനെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഡിഫറെൻറ്റ് കളറിന് കൊടുത്തേക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതാരും പേടിക്കേണ്ട. ജസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഫീസിബിലിറ്റി കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു.